ഗുഡ് മോർണിംഗ്. എല്ലാ മലയാളികൾക്കും വീണ്ടും ആർസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടാരോ കാർഡ് റീഡിങ്, സ്പെഷ്യൽ റീഡിംഗ് ആണ്. അങ്ങനെ ഒരു റീഡിങ് ഞാൻ നടത്താൻ എനിക്ക് കാരണമുണ്ട്. ഓക്കെ, കാരണം ഞാൻ ഇപ്പോൾ പറയാം. അതിന് മുമ്പ് ഇതാണ് സ്റ്റേജ് ലൈഫ് എന്ന് പറയണേ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് ചാനലിൻ്റെ ഒരു റീഡിങ് കഴിഞ്ഞായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് ഇന്നലെ നൈറ്റ് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു മണിക്ക് ആയിട്ടുണ്ടാവും. 12 മണി ആയപ്പോഴാണ് ഞാൻ കിടന്നത് തന്നെ. 1 മണി 1:30 ആയിട്ടുണ്ടാവും. ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടാണ് എണീക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു 2-3 months ബാക്ക് എൻ്റെ ഒരു ഗ്രേറ്റ് ഫ്രണ്ടും ആസ് വെൽ ആസ് ബ്രദർ ലൈക്ക് അങ്ങനെ ഒരു വ്യക്തി മരിച്ചു പോയായിരുന്നു. ഞാൻ ആ വ്യക്തിനെ ഇന്നലെ നൈറ്റ് ഏർലി മോർണിംഗ് ആ ഒരു സമയത്ത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. അത് കഴിഞ്ഞ് അത് പക്ഷെ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ സന്തോഷമായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു കിടന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ സാധാരണ എണീക്കുന്ന സമയത്ത്, എണീക്കാൻ പോകുന്നതിന് മുമ്പ് വേറൊരു സ്വപ്നം കൂടി കണ്ടു. എന്ന് പറഞ്ഞാൽ, ഞാനൊരു എന്തോ ഒരു സ്ഥലത്ത് പോകുന്നു. ആ സ്ഥലത്ത് ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് 3-4-5 ആത്മാക്കൾ, സ്ത്രീ കഥാപാത്രങ്ങളാണ്, അവർ വരികയും അവരെനിക്ക് ചില ഉപദേശങ്ങൾ തരികയും, ചില ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. നിങ്ങൾക്കിത് തമാശയായിട്ട് തോന്നുമെങ്കിലും എനിക്ക് തമാശയല്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഞാൻ തീരുമാനിച്ചു. കാരണം ഇന്ന് ബുധനാഴ്ച ദിവസം ഞാൻ റീഡിങ് നടത്തുന്ന ദിവസമാണ്, തുടങ്ങുന്ന ദിവസമാണ് നിങ്ങൾക്ക് വീഡിയോ. അപ്പം എനിക്ക് തോന്നി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് എന്നെ ഉദ്ബോധിപ്പിച്ച ഒരു സബ്ജക്റ്റും കൂടിയാണ്. കാരണം അത് മാത്രമല്ല, വേറൊരു കാരണം കൂടിയുണ്ട് പറയാം. അത് ഇപ്പം പറയാൻ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം അത് തന്നെയാണ്. പിന്നൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ടാവും, ഞാനൊരു മെൽബണിലൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഷോപ്പല്ല, ഈ മിസ്റ്റിക് ക്രിസ്റ്റൽസിൻ്റെയൊക്കെ ഷോപ്പിൽ ഇങ്ങനെ, കാരണം എനിക്ക് ഓൺലൈനിൽ ഇവിടെ വർക്ക് ഉണ്ട്, പക്ഷേ എനിക്ക് നേരിട്ട് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നിരിക്കും. അവിടെ ഇരിക്കുന്ന സമയത്ത് 1-2 അവിടെ വരാറുണ്ട് ആൾക്കാർ. അപ്പം അങ്ങനെ വന്നതിൽ ഒരു സ്ത്രീ, ഒരു 10-65 വയസ്സൊക്കെ ഉണ്ടാവും. അവർ വന്നിട്ട് എൻ്റെ അടുത്ത്, അവർ വന്ന് ക്യാബിൻ്റെ അവിടേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക്. അങ്ങനെ ഒരു സ്ത്രീയാണ്, വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, വളരെ ഇതായിട്ടുള്ളൊരു സ്ത്രീ, 65 വയസ്സായൊരു സ്ത്രീ. നമ്മുടെ നാട്ടിലെ അമ്മാമ്മമാരെ പോലെ ഒന്നല്ല, വളരെ ഏബിൾഡ്, വളരെ ഫോക്കസ്ഡ് ആയിട്ട്, കാണാൻ നല്ല സുന്ദരിയും ഒക്കെ ആയിട്ടുള്ള അമ്മാമ്മ, നല്ല ഹൈറ്റും ഓക്കെ. അപ്പോൾ അവർ വന്നിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഞാൻ ആര് വരുമ്പോഴും ഇങ്ങനെ വെറുതെ ഷഫിൾ ചെയ്തിട്ട് കാർഡ് വരും. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഷഫിൾ ചെയ്ത് കാർഡ് പുറത്ത് വരുന്നതായിരിക്കും എനിക്ക് കണ്ണിപ്പെടാം. ചില സമയത്ത് അത് ബാക്ക് കാർഡായിരിക്കും എനിക്ക് കണ്ണിപ്പെടാം. ചില സമയത്ത് ഞാൻ പകുക്കുമ്പോൾ ആയിരിക്കും എനിക്ക് കണ്ണിപ്പെടാം. ആ സമയത്ത് എനിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണോ അതാണ് ഞാൻ നോക്കാറ്.
അങ്ങനെ ഇവർ വന്നപ്പോൾ എനിക്ക് 8 ഓഫ് സോൾട്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ ആരും ആയിക്കോട്ടെ അങ്ങനെ ഒരു എനർജിയാണ് എൻ്റെ കാർഡാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ കിട്ടിയ സമയത്ത് ഞാൻ ഇവർ വന്നു കഴിഞ്ഞപ്പം ഇവരുടെ സന്തോഷമില്ല അവരുടെ ഫേസ്. അവരിങ്ങനെ വന്നിരുന്നു. അവർ എന്നോട് പറഞ്ഞു കോമൺ ആയിട്ടുള്ള റീഡിങ് വേണമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് 3 ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ മകനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. മകനെ കുറിച്ച് എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ വീണ്ടും ചോദിച്ചില്ല. ഞാൻ ഷഫിൾ ചെയ്തപ്പോഴും വീണ്ടും ഈ കാർഡ് തന്നെയാണ് വന്നത്, 8 ഓഫ് സോൾസ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുകയാണ്. അപ്പം ഇന്ന് തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, മകൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ മുമ്പ്, എന്തെങ്കിലും നടന്നിരുന്നോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. കാരണം നമുക്കല്ലാതെ പറയുമ്പോൾ പ്രശ്നം വരും ചില സമയത്ത്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ മകൻ 1 വർഷം മുമ്പ് 41 വയസ്സുള്ള മോൻ സൂയിസൈഡ് ചെയ്തു. ഇപ്പം റീസൺ ഒന്നും അവർ പറഞ്ഞില്ല. റീസൺ നോക്കാൻ ഞാൻ പോയുമില്ല, എൻ്റെ ആവശ്യം നമുക്കില്ല. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ മോൻ ഹാപ്പിയാണോ അല്ലേ, അവൻ്റെ ആത്മാവ് ഹാപ്പിയാണോ അല്ലേ എന്ന് എനിക്കറിയണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ കാർഡ് എനിക്ക് അപ്പം തന്നെ കാര്യം മനസ്സിലായി. ഈ ആത്മാവ് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. സൂയിസൈഡ് ചെയ്തുകൊണ്ടൊന്നുമല്ല, മൊത്തത്തിൽ ആ ഒരു ഹെൽപ്പ് വേണ്ടെന്നൊരവസ്ഥയിലാണ്. പക്ഷെ അത് അവരോട് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഇവിടെയാണ് ഈ സ്പിരിച്വൽ ലീഡേഴ്സിന് ഇങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി കൂടി ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നമുക്ക് അവരോട് സത്യം പറയുകയും വേണം, എന്നാൽ അവർക്ക് വേദനയില്ലാത്ത രീതിയിൽ പറയണം. അവർക്കറിയേണ്ട അവരുടെ മോൻ ഹാപ്പിയാണോ, ഹാപ്പി അല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു മകൻ ഹാപ്പിയാണ്, പക്ഷെ അവന് കൂടുതൽ ഹാപ്പിനെസ്, കുറച്ചും കൂടി ഹാപ്പിനെസ് വേണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. അതും അമ്മയിൽ നിന്ന് കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതിനൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അവൻ്റെ പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളുടെ കഴിവിൽ കഴിയുന്ന ഭക്ഷണം മാസത്തിലൊരു ദിവസം ഒരാൾക്ക് മതി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആയാലും അല്ലെങ്കിൽ ആർക്കെങ്കിലും അവരുടെ പേര് മനസ്സിൽ വിചാരിച്ച് അവരുടെ ഇതിൽ നിങ്ങൾ ദാനം കൊടുക്കണം. ഫുഡ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതിന് ഇന്ന പള്ളിയിലും അമ്പലത്തിലും അങ്ങനെ ഒന്നും പോകണമെന്ന് ഞാൻ അവരോട് ഒരു സ്ഥലത്തും പോകാൻ പറഞ്ഞില്ല. ഞാൻ എങ്ങനെ ചെയ്യാൻ പോകും, അവരുടെ നാമത്തിൽ മോൻ്റെ പേര് മനസ്സിലാലോചിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമല്ല, അവന് ഹാപ്പി വേണം എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ചെയ്യാൻ പോകും. കഴിഞ്ഞപ്പം അവർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അപ്പോൾ ഹാപ്പി ആവും. യെസ് ഓഫ് കോഴ്സ് ഹി വിൽ ഹാപ്പി എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ കാർഡ് എടുത്തപ്പോൾ എനിക്ക് 3 ഓഫ് കപ്സ് ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ആവും. പിന്നെ അമ്മേനോട് സ്നേഹമുണ്ട്, ഓക്കെ, സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അപ്പോൾ ഹാപ്പിയാണ്, വേറെ ഒന്നും വിഷമിക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് 25 വർഷമായി, 28 വർഷം, 30 വർഷം, എനിക്ക് ഓർമ്മയില്ല, എത്രയോ വർഷമാണ് ഒരു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇപ്പം സെപ്പറേറ്റഡ് ആയ ആൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് വന്നു. അപ്പോൾ അവർ സെപ്പറേറ്റഡായി. അതിൻ്റെ വേദന അവരുടെ മനസ്സിലുണ്ട്. അവർ കണ്ടു കഴിഞ്ഞാൽ വളരെ അടിത്യമുള്ള വളരെ നല്ലൊരു, എനിക്ക് തോന്നുന്നു ഏതോ ഒരു നല്ല പൊസിഷനിലും കൂടി ഇരിക്കുന്ന സ്ത്രീയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കഴിഞ്ഞ് അവരുടെ വേറൊരു കാര്യം കൂടി നോക്കി. അത് കഴിഞ്ഞ് രേഖി ഹീലിങ്ങിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അവരെ വിട്ടത്.
ഞാൻ ഇവിടെ പറയാൻ കാരണം എന്തിനാണ് ഇതൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഈ റീഡിങ്ങിനെ സീരിയസ് ആയിട്ട് കാണണം. ഓക്കെ, തമാശ രൂപത്തിൽ ലവ് റീഡിങ് വന്നിരുന്ന് കാണുന്നത് പോലെ കാണാനുള്ളതല്ല ഇത്. ഇത് ആൻസിസ്ട്രൽ മെസ്സേജസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സേജൻ്റ് ലൈഫ് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആൻസിസ്ട്രൽ ബ്ലെസ്സിങ്സിൻ്റെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു റീഡിങ് ഒരു കൂട്ടരുടെ റീഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കത് ക്ലിയർ ചെയ്യണം എനർജി. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഞാൻ തരുന്നതല്ല. പിന്നെ ഇതൊരു കോമൺ റീഡിംഗ് ആണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഇത് കാണണം. നിങ്ങളിത് കാണുമ്പോഴും പയൽ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോടല്ല, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ പൂർവികരോട് ചോദിച്ചിരിക്കണം ഏത് പയലും ഞാൻ എടുക്കണം. അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പയൽ നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, അപ്പോൾ പയൽ നമ്പർ 1 ഇത്തിരി സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനും ചിലപ്പോൾ സീരിയസ് ആയിരിക്കും. ഓക്കെ, ഒന്നും തോന്നരുത്. ഇത് പയൽ നമ്പർ 1, pile number 2 blue, pile number 3 ഈ ലൈറ്റ് റോസ് ക്യാൻഡിൽ. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില സമയത്ത് അവർക്ക് ഹെൽപ്പ് വേണ്ടി വരാം. ചില സമയത്ത് അവർ നിങ്ങൾക്ക് ചില അഡ്വൈസുകൾ തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചില ബ്ലെസ്സിങ്സ് വരും. ഇപ്പോൾ ആൻസിസ്ട്രൽ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ പൂർവ്വപിതാക്കന്മാരുടെ പുണ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതൊരു വലിയ സംഭവമാണ്. ഓക്കെ, ജാതകത്തിൽ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ പയൽ നമ്പർ 1 നമുക്ക് പോവാം. ഇതാണ് പയൽ നമ്പർ 1. നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തതാണ്, നമ്മൾ ഓൾറെഡി ഇവിടെ ക്ലിയർ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന പയൽ നമ്പർ 1-ൻ്റെയാണ്. ഇത് പുതിയ സെറ്റ് ഓഫ് കാർഡാണ്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഇംഗ്ലീഷിലെ ഈ സെയിം റീഡിങ്ങിന് തന്നെയാണ്. ആർക്കാനം, അത് വെരി ഫേമസ് കാർഡ്. ആർക്കാനം ആണ് ഈ കാർഡ്. പയൽ നമ്പർ 1, ancestral messages for pile number 1 and blessings. മെസ്സേജ് ഞാൻ തയ്യാറല്ലാന്ന് പറഞ്ഞപ്പോഴേക്കും ഓ മൈ ഗുഡ്നെസ്. പയൽ നമ്പർ 1. Wow. Pile number 1. I'm extremely happy. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇംഗ്ലീഷ് റീഡിങ്ങിൽ 2 പയലിൽ ആത്മാക്കൾക്ക് അങ്ങോട്ട് ഹെൽപ്പ് വേണ്ടുന്ന 2 പയലുണ്ടായിരുന്നു. പിന്നെ കുറേ അഡ്വൈസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ പയൽ നമ്പർ 1 കംപ്ലീറ്റ് ബ്ലെസ്സിങ്സ് ആണ്. അതാണ്, കംപ്ലീറ്റ് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് തന്നേക്കണേ. എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോർഫാദേഴ്സിന് നിങ്ങളോട് വല്ലാത്ത സ്നേഹവും നിങ്ങൾക്ക് അങ്ങനെ ഒരു പുണ്യം ഉണ്ട്. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഞാനത് ഇതാണ് വിഷമിച്ചല്ല, നേരത്തെ ഇംഗ്ലീഷിൽ എടുത്തപ്പം എനിക്ക് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള എനർജീസ് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുമ്പോൾ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എനിത്തിങ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പറയാനില്ല. വളരെ ഭംഗിയായിട്ടുള്ള കാർഡ്സ്. ഓക്കെ, ഒന്നും പറയാനില്ല. പയൽ നമ്പർ 1 ഫസ്റ്റ് കാർഡ് എനിക്ക് വന്നത് ഇതാണ്.
Two of Cups. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ലവ് ലൈഫ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു വ്യക്തിയെ ബ്ലെസ്സിങ്സ് ആയിട്ട് ഒന്നില്ലെങ്കിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ തരും. അത് അവരുടെ വാക്കാണ്, ആൻസിസ്റ്റർ ബ്ലെസ്സിങ്സ്. ഈ ഒരു കാർഡിൻ്റെ 2 of Cups നോക്കിയേ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, വിത്ത് സൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. വളരെ ഡിലൈറ്റ്ഫുൾ ലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, രണ്ട് ആത്മാക്കൾ യോജിക്കുന്ന നല്ലൊരു കാർഡ്. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ കാർഡ്, 2 of Cups. നോ ഡൗട്ട് അറ്റ് ഓൾ. The High Priestess. High Priestess എന്ന് പറഞ്ഞാൽ who she knows everything how to manifest. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഹൈ ഇൻറ്റ്യൂഷൻ പവർ, ഹൈ നോളജ്, ഹൈ വിൽ പവർ, ഹൈ ഫോക്കസ്. This is something different. It's a priest and priestess. Magician is a priest. This is priestess. Priestess means what? നമ്മുടെ നാട്ടിലൊക്കെ പറയും വൈദികൻ. വൈദിക എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷൻ നമ്മുടെ നാട്ടിൽ അത്ര ഇതല്ല. പക്ഷെ there is priestess in western countries. വളരെ നോളജബിൾ, വളരെ ഇൻറ്റ്യൂഷനുള്ള, വളരെ മാനിഫെസ്റ്റിംഗ് കഴിവുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് നിങ്ങൾ. ചന്ദ്രനെ തലയിൽ ചൂടിയവൾ, ഇതാണ് ഹൈ പ്രീസ്റ്റസ്. ചന്ദ്രനെ തലയിൽ ചൂടിയത്. Look at this here. The abundance, the wheel, the fortune wheel, major arcana. Again, this is major arcana, the high priestess. Again, major arcana, the wheel, the fortune wheel. The wheel of fortune is carried by the wheel of fortune god. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അബണ്ടൻസും എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും നിങ്ങൾക്ക് വാരി വിതറി തന്നുകൊണ്ടിരിക്കണം നിങ്ങളുടെ ഫോർ ഫാദേഴ്സ്. ഇപ്പം നിങ്ങൾ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇത് എനിക്കിവിടെ കിട്ടില്ല. അടുത്തത് മേജർ ആർക്കാന കാർഡ്, ദ സൺ. വളരെ അതായത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് നിങ്ങൾക്ക് ഹെഡ് പറഞ്ഞിരിക്കണം, പ്രോമിസ് ചെയ്തിരിക്കണം. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ലൈഫ്. ലൈറ്റ്, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലൈറ്റ് കാണാൻ പോവാണെന്നാണ് അവർ പറയുന്നത്, ഞാൻ പറയണതല്ല. ഓക്കെ, കുട്ടികൾ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കുള്ള ഒരു സാധ്യതയും ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ വളരെയധികം നന്നായിട്ട് പരിപാലിക്കണം എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടമായിട്ടും ഇതിനകത്ത് ആൻസിസ്ട്രൽ ബ്ലെസ്സിങ്സ് പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ്, there are a lot of love coming from your ancestors. ഞങ്ങളുടെ ഒരുപാട് സ്നേഹം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഈ നൈറ്റ് ഓഫ് കപ്സ് ആവുമ്പോൾ എന്താ പറയാന്നറിയാം, നമ്മൾ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ അവരെ സ്വപ്നം കാണുന്നുണ്ടാവാം, നിങ്ങളെ കാണുന്നുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നൈറ്റ് ഓഫ് കപ്സ് കാണുമ്പോൾ. ക്വീൻ ഓഫ് സോർഡ്സ്, ഇതും വേറൊരു ബ്ലെസ്സിങ്സ് ആണ്. ആവശ്യ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഉപയോഗിക്കുന്ന വിസ്ഡം, അത് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയതിൻ്റെ അറിവ്, നോളജ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. The Chariot. The Chariot. The Chariot. Again, major arcana. It's about travel. It's about movement. Okay? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് മൂവ് ചെയ്യുകയോ ഇമോഷണലി മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിന് സാക്ഷികളാവുകയോ എന്തൊക്കെയോ ചെയ്യാൻ നിങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്
ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈവൺ ദോ രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ഡിസ്റ്റിങ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളാണെങ്കിലും എന്തും ആയിക്കോട്ടെ, ദർ ഈസ് ബ്ലെസ്സിങ്സ് ഫ്രം ആൻസിസ്റ്റേഴ്സ്. ആൻഡ് ദെൻ ലവേഴ്സ് കാർഡ്. പ്രണയം, നല്ലൊരു പ്രണയം, നല്ലൊരു സ്നേഹം, ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചു നോക്കിയേ. ഇതാണെങ്കിൽ ലവേഴ്സ് കാർഡ് മാത്രമാണെങ്കിൽ ജസ്റ്റ് വി ഹാവ് ടു ഡിസൈഡ് വിച്ച് വേ യു ഹാവ് ടു ഗോ. ഇത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാവാം ലവേഴ്സ് കാർഡ് ആണെങ്കിൽ. ഇതിലൊരു കമ്മിറ്റ്മെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് 2 ഓഫ് കപ്സ് വിത്ത് ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇതാണ്. അപ്പോൾ ഇത്രയധികം ബ്ലെസ്സിങ്സ് ആണ് വാരി വലിച്ച് നിങ്ങൾക്ക് തന്നേക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ പോയിന്റ് നമ്പർ 1 വളരെയധികം ആൻസിസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്നവരും വളരെയധികം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോ ദാനം കൊടുക്കുന്നവരോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണോട്ടോ. ചെയ്തില്ലെങ്കിൽ ചില പാവപ്പെട്ട ആത്മാക്കളൊന്നും ചെയ്യൊന്നുമില്ല. അപ്പം അവർക്ക് നിങ്ങളുടെ പ്രവൃത്തിയിൽ സന്തോഷം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട്, നമുക്കൊരു സന്തോഷമാണല്ലോ ഇങ്ങനെ കാണുമ്പോൾ. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊന്നും തൊണ്ടടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. We can go to pile number 2. ഒരു കഥ, ഒരു മിനിറ്റ്. Pile number 2. Pile number 2. ആരൊക്കെയാണോ ഇത് വാച്ച് ചെയ്യണേ അവരുടെ എല്ലാം എനർജി, അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജി ഒക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, pile number 2. Okay, we are going to invite your ancestors, right, to give the messages for you guys. Pile number 2. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. ഓക്കെ, മെസ്സേജസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവാം അക്കോർഡിംഗ് ടു വാട്ട് യു ഡൺ ടു യുവർ ആൻസിസ്റ്റേഴ്സ്. എൻ്റെ ബ്ലെസ്സിങ്സ് തരുന്നവരാണ്, ഞാനല്ല. ഓക്കെ, sure.
നത്തിങ് മോർ. പൈൽ നമ്പർ 2, ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ കാർഡ് 5 of Cups. റിഗ്രഷൻ, ലോസ്റ്റ് എനർജി. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് പെയിൻഫുൾ ആയിട്ടുള്ള ലോസ്റ്റ് എനർജി അല്ലെങ്കിൽ നഷ്ടബോധം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നഷ്ടബോധം, നിങ്ങളുടെ വളരെയധികം ദുഃഖം, അത് എന്തുകൊണ്ടാണെന്ന് ബാക്കിയുള്ള കാർഡുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അത് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. ഓക്കെ, ഇപ്പം എന്താണ് ഇവിടെ കാര്യങ്ങളെന്ന് പറയാം. ചേഞ്ച്, ജീവിതത്തിൽ ചേഞ്ച് വരുത്താൻ നിങ്ങൾ റെസിസ്റ്റീവായിട്ട് നിൽക്കണം, ഗാർഡഡ് ആയിട്ട്. ജീവിതത്തിൽ ചേഞ്ച് വരുത്താതെ നിങ്ങൾ റെസിസ്റ്റീവായിട്ട് ഗാർഡഡ് നിൽക്കുകയാണ്. എനിക്ക് മാറൊന്നും വേണ്ട, ഞാൻ മാറൊന്നുമില്ല എന്നും പറഞ്ഞ് നിൽക്കണം. ഇത് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിശയിൽ നിങ്ങൾ ഒരുപാട് ഭാരം, ഫ്രസ്ട്രേഷൻ, റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ എടുക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടാവാം, അതവരെ വേദനിപ്പിക്കുന്നുണ്ട്. Five of Swords with the 5 of Wands. നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചുകളെ നിങ്ങൾ നേരിടണം. പക്ഷെ അത് നന്നായിട്ട് നേരിടുന്നതിന് പകരം കോൺഫ്ലിക്റ്റിങ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ള നിങ്ങളുടെ ഈ ക്യാരക്ടർ, കമ്പാഷൻ ഇല്ലാത്ത സ്വഭാവം, റൂഡായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വയമായിട്ട് സ്വന്തം തന്നെ കാര്യങ്ങളോട് റൂഡ്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ, കമ്പാഷനായിട്ട് അല്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ, ആ ഒരു അവസ്ഥ ഇവർക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഇപ്പം എനിക്ക് കിട്ടിയത്. അത് എനിക്ക് പറയണം എന്ന് തോന്നി, അത് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പേജ് ഓഫ് വാണ്ട്സ്. പേജ് ഓഫ് വാണ്ട്സ്. നീ പെരുമാറുന്നത് ഒട്ടും, അതായത് ആൻസിസ്റ്റേഴ്സ് പറയാണ്, വാട്ട് യു ആർ ബിഹേവിങ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ടീനേജർ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ ഒരു പെരുമാറ്റമാണ് നിന്റെ ഫയർ എനർജിയിൽ നീ വരുത്തുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ there is lot of blessings will come. അപ്പോൾ അവരുടെ സങ്കടമാണ് നിങ്ങൾ ആദ്യം തീർക്കേണ്ടത്. നിങ്ങളെക്കുറിച്ചുള്ള സങ്കടമാണ്, അവരെക്കുറിച്ചുള്ള സങ്കടമല്ല. ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ വായിച്ചപ്പം അവരുടെ നമ്മുടെ ഹെൽപ്പ് വേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായ 2 പേരുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, ഫസ്റ്റ് പൈൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കംപ്ലീറ്റ് ബ്ലെസ്സിങ്സ് ആയിരുന്നു. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തിട്ടുള്ളവർ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെക്കുറിച്ച് വറി ചെയ്യുന്നു, സങ്കടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം എനിക്കറിയില്ല, നൈറ്റ് ഓഫ് സോർട്സ് അഗെയിൻ, നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര റൂഡ്നെസ് ബിഹേവിയർ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കോൺട്രാക്റ്റുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളോട് സൂക്ഷിക്കണം എന്ന് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. എന്തെങ്കിലും ബിസിനസ് കോൺട്രാക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോർട്സ് കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കും. പക്ഷെ ഇതിനും കൂടി ഡബിൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ലോട്ട് ഓഫ് കോൺഫ്ലിക്ട്സ്. നിങ്ങളുടെ ഈ കോൺഫ്ലിക്റ്റിംഗ് ബിഹേവിയറും, ബേർഡൻ ചുമക്കുന്നുള്ള ബിഹേവിയറും, ഞാൻ മാറില്ല ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്നുള്ള ബിഹേവിയറും, ഇതൊക്കെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനും വല്ലാത്ത പെയിനും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാറ്റണം, എന്നാലേ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവുള്ളൂ.
അങ്ങനെ ഉണ്ടായാൽ ഇവിടെ പറയുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ മജിഷ്യൻ, നിനക്കതിനുള്ള കഴിവുണ്ട്. എന്ത്? ആൻസിസ്റ്റർ പറയാണ്, എൻ്റെ ഈ പാരമ്പര്യത്തിലുള്ള ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ കാര്യങ്ങളൊക്കെ ഗുണമുണ്ട്. എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവറും ഈ ഹൈ ഇൻറ്റ്യൂഷൻ പവറും ഇതൊക്കെയാണ് അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ്. നല്ല വിൽ പവറും, അതായത് സോട്സും കപ്പും വോൺസും. അതായത് മജീഷ്യൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഹൈ പ്രീസ്റ്റസിൻ്റെയൊക്കെ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൻ്റെ എല്ലാ എലമെൻസിനെയും എടുത്തുപയോഗിക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, അറിവുള്ള ആൾക്കാരാണ് ഈ മജീഷ്യൻ. നമ്പർ 8ൻ്റെ ഒരു ഇൻഫിനിറ്റി സിമ്പിൾ ഇവിടെ കാണാം. ഒരു നമ്പർ 8 എന്ന് പറയുന്നത് ഇങ്ങനെ വരും, പക്ഷെ ഇത് ഇൻഫിനിറ്റി സിമ്പിളാണ് ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ്. അതായത് ഇവർക്കൊന്നും, അതായത് നിങ്ങൾക്ക് അതിനുള്ളൊരു പവർ ഉണ്ട്, പക്ഷെ നിങ്ങളത് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യാത്തതിൻ്റെ വേദന അവർക്കുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മജീഷ്യൻ്റെ പവർ നിങ്ങൾക്ക് കിട്ടുകയും 9 ഓഫ് പെൻറ്റക്കിൾസ് ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, ഞാനല്ല, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഫിനാൻഷ്യൽ ഫ്രീഡവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ബാക്കിയുള്ള ഹാപ്പിനെസ്സും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് ആൻസിസ്റ്റേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളിത് ചെയ്യാത്തത് കൊണ്ട് അവരിതിൻ്റെ ദുഃഖത്തിലാണ്. ഇപ്പം ആ ദുഃഖം മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് എൻ്റെ ഉത്തരവാദിത്തമല്ല. ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറ്റണം. നിങ്ങൾ ഈ ക്യാരക്ടേഴ്സൊക്കെ മാറ്റി, ആ റെസിസ്റ്റീവ് ബിഹേവിയറൊക്കെ മാറ്റി, ഞാൻ മാറുന്നില്ലേ, ആരും എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരിക്കുള്ളൂ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കണം എന്നാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം ഇന്ന് രാവിലെ ഞാൻ സ്വപ്നം കണ്ടതിൽ വലിയ സത്യമാണ് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മൊത്തത്തിലുള്ള റീഡിങ് കാണുമ്പോൾ. മനസ്സിലായി? ചില സമയത്ത് നമുക്കൊരു ഇത് തരണമാണ്, മനസ്സിലായി? പ്രകൃതിയെ. ഞാൻ ഫയൽ നമ്പർ 3ലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാർഡുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, അപ്പം ഫയൽ നമ്പർ 1 ദാറ്റ് വാസ് ബിഗ് ഹാപ്പിനെസ് കാർഡാണ് എനിക്ക് കിട്ടിയത്. കാർഡ്സാണ് കിട്ടിയത്. വളരെ സംതൃപ്തമായ ഫോർ ഫാദേഴ്സ്. ഓക്കെ, നമുക്ക് ഇനി ഫയൽ നമ്പർ 3ലേക്ക് പോവാം. നമ്മുടെ ഈ ഒരു സ്കാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഫയൽ നമ്പർ 3 നിങ്ങളുടെ ആൻസെസ്ട്രൽ ബ്ലെസ്സിങ്സ് ആൻഡ് മെസ്സേജസ്, അതിലേക്ക് നമുക്ക് പോവാം. പോകുന്നതിന് മുമ്പ് ഓക്കെ, സോ ഫയൽ നമ്പർ 3 നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ മെസ്സേജ് എന്താണ്, അവരുടെ ബ്ലെസ്സിങ്സ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ നല്ല മെസ്സേജുകളും, നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവർ ആ മെസ്സേജും തരും. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് ആ മെസ്സേജ് അവർ തരും. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. ഫയൽ നമ്പർ 3യുടെ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ്, ആൻസിസ്റ്റേഴ്സ്. Oh wow. File number 3, ancestors blessings. Oh, okay. File number 3. So, okay. All right. Oh.
ഓക്കെ, ആൻസിസ്ട്രൽ ബ്ലെസ്സിങ്സിൽ പാൻ നമ്പർ 3 ഫസ്റ്റ് കാർഡ് ദ ലവേഴ്സ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെയോ ലവ് ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് ചോദിച്ചിട്ടുണ്ടാവണം ഒരുപക്ഷെ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്താണ്. അതാണ് ഈ ലവേഴ്സ് കാർഡ് വരുന്നത്. 2 ഓഫ് കപ്സ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരും, ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം, പക്ഷേ അതിൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ പൊസിഷൻ വരികയാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഈ ടവർ പൊസിഷൻ വരണതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഒരു ടവർ പൊസിഷൻ വരുന്നുണ്ട്. പെടുന്നനെ നമ്മുടെ സങ്കല്പങ്ങൾ ഒരു ദിവസം 1 മിനിറ്റ് കൊണ്ട് ഇടിഞ്ഞു വീഴുക. ചിലപ്പോൾ ഇത് നല്ലതിനാവാം, ചിലപ്പോൾ നമ്മൾ ഭയങ്കര മോശമായിട്ട് വിചാരിച്ചിരുന്നത് ഒരു അത്ഭുതമായിരിക്കും സംഭവിക്കുക. നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുക. അതാണ് ടവർ പൊസിഷൻ. ആ ടവർ പൊസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനൊരു പൊസിഷൻ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, അല്ലെങ്കിൽ ഒരു സഡൻ, ഒരു പെട്ടെന്നൊരു ചേഞ്ച്, ഓക്കെ, നല്ലതാവാം മോശമാവാം, അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് തന്നേക്കുന്നത്. ഡ്രീം 7 ഓഫ് കപ്സ്. 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡ്രീം മാനിഫെസ്റ്റേഷൻ. കണ്ടാ, ഡ്രീമിൻ്റെ, അതായത് ഇതിൽ ഓരോ കപ്പിനും ഓരോ എനർജിയാണ്. കണ്ടോ, ഒന്നിൽ ഗോൾഡ്, ഒന്നിൽ എർത്ത് എനർജി, ഒന്നിൽ വാട്ടർ എനർജി, ഒന്നിൽ ഫയർ എനർജി, ഒന്നിൽ അങ്ങനെ എല്ലാം സമ്പത്തും എല്ലാം, അങ്ങനെ എല്ലാ കപ്പുകളും ഇങ്ങനെ തന്നിട്ട് പറയാണ് സ്വപ്നം കാണാൻ പഠിക്കാൻ. സ്വപ്നം കാണാൻ പഠിക്കാൻ നിങ്ങളോടാണ് പറയണത്, എന്നോടല്ല. സ്വപ്നം കാണണം, ഓക്കെ, സ്വപ്നം കാണണം. അപ്പോൾ 7 ഓഫ് കപ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വണ്ടർഫുൾ. പക്ഷേ ഈ ടവർ പൊസിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ വേൾഡ്, അതാണ്. ഇപ്പം നിങ്ങളൊന്നില്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ എന്നെ പോലെയൊക്കെ വ്ളോഗറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, വേൾഡ് ബിസിനസ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വേൾഡിൽ അറിയപ്പെടുന്ന വ്യക്തിയോ അങ്ങനെയൊക്കെ ആവാം. അങ്ങനത്തെ ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു സൈക്കിള് തീരുകയാണെന്ന് അവർ നിങ്ങളോട് മുൻകൂട്ടി പറയണം. ഒരു സൈക്കിള് നിങ്ങളുടെ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒരു സൈക്കിള് തീരുകയാണ്, പുതിയൊരു സ്റ്റാർട്ടിങ് വരാണ്. ആ സൈക്കിൾ സ്റ്റാർട്ടാകുമ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവാം, സഡൻ ചേഞ്ച്, ഒരു ടവർ പൊസിഷൻ ഉണ്ടാവാം. അത് നിങ്ങളോട് നേരത്തെ പറയുന്നതാണ്, മനസ്സിലായോ? ഇതിലൊരു യൂണിവേഴ്സൽ ഇൻ്റർഫിയറൻസ് വന്ന് ഈ വേൾഡ് ആയിട്ട് ഇത് അവസാനിക്കും, നല്ല രീതിയിൽ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 4 ഓഫ് കപ്സ് ആണ്. ഈ പഴയ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും, നോ റിലാക്സേഷൻ. ഏത് സമയത്തും ഏത് സമയത്തും നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്റ് ലവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് ഇവിടെ. നിങ്ങൾ റിലാക്സ്ഡ് ആവണം, മെഡിറ്റേഷനൊക്കെ ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ഓൾറെഡി പറഞ്ഞു, ലവേഴ്സ് ബ്ലെസ്സിങ്സ് പറഞ്ഞു. നെക്സ്റ്റ് ബ്ലെസ്സിങ്സ് ആണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ. പണം വരുന്നുണ്ടെന്ന്, ആരോ കൊണ്ടുവരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ പണം നേരിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ബാങ്കിൽ ഇട്ട് തരുമെന്ന്, അല്ലെങ്കിൽ അതിനുള്ളൊരു ചോയ്സ് വരുന്നു എന്നാണ് പറയണത്. പണം വളരെയധികം കിട്ടാനുള്ള ഒരു ചോയ്സ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി കിങ് ഓഫ് വാൺസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനൊക്കെയാണ് ഈ കിങ് ഓഫ് വാൺസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എംപറർ പൊസിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഇതാണ്. അപ്പം അങ്ങനെ ഒരു എനർജി, വളരെ എല്ലാം കൊണ്ടും സമൃദ്ധിയും സന്തോഷവും കേപ്പബിളും, അതല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള, വളരെ ഹൈ എൻഡിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിലേക്കുള്ള എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ
ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പണപരമായിട്ടും സ്നേഹത്തിൻ്റെ പരമായിട്ടും പൊസിഷൻ വൈസും നിങ്ങൾക്ക് വളരെ നല്ല ബ്ലെസ്സിങ്സ്, വേൾഡ് കാർഡ് എന്ന് പറഞ്ഞ ഫോർച്യൂണും കൂടി ഉണ്ട് കേട്ടോ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൈൽ നമ്പർ 3യുടെ ബ്ലെസ്സിങ്സും ഓക്കെയാണ്. പക്ഷേ ടവർ എന്താണ് ടവർ പൊസിഷൻ എന്ന് നോക്കാം. ഇത്ര അധികം നൈറ്റ് ഓഫ് സോൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ന്യൂസ് നിങ്ങൾ തേടി പെട്ടെന്നൊരു ന്യൂസ് വരാൻ വിത്തൗട്ട് എനി ടാറ്റിക്സ് അത് വരാൻ സാധ്യതയുണ്ടെന്ന്. മൂൺ, 3 of Wands. Right. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് നമ്മൾ ഓൾറെഡി കണ്ടത്. അപ്പോൾ പണം വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോൾസ് അതൊരു എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റോ ബിസിനസ്സിൽ കൂടെയൊക്കെ കുറച്ച് പണം നിങ്ങൾക്ക് സഡൻലി എന്തെങ്കിലും പേപ്പറോ ലീഗൽ വർക്കോ എനിക്കറിയില്ല എന്താണെന്ന്, അങ്ങനെ എന്തോ വന്നിട്ട് മിസ്റ്റീരിയസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇത്രയും നാള് പ്രത്യക്ഷപ്പെടാത്ത എന്തോ ഒന്ന് ടവർ പൊസിഷനായിട്ട് നിങ്ങൾക്ക് വരികയാണ്. ഒരു പക്ഷെ നിങ്ങളുടെ ഇവിടെ 3 of Wands കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്നൊരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു ടവർ പൊസിഷനാണ് ഇവിടെ കാണുന്നത്. സംതിങ് ഗുഡ്, നോട്ട് ബാഡ്. നല്ലതായിട്ടുള്ള കാര്യമാണ്, ബാഡ് ആയിട്ടുള്ള കാര്യമൊന്നും ഇതിനകത്തില്ല. അപ്പോൾ പൈൽ നമ്പർ 3യുടെ വായന നമ്മുടെ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഹാപ്പി ആയിട്ടുള്ള ഒരു മുന്നിലേക്കുള്ളൊരു ലൈഫ് നിങ്ങൾ ഉണ്ടാകണം. ആൻസിസ്റ്റേഴ്സിന് ബ്ലെസ്സിങ്സ് ഒക്കെ മെസ്സേജസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കാര്യം മറന്നു പോകരുത്. ചാരിറ്റി വർക്ക്സുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കണം. പിന്നെ കർക്കിടക മാസമായിരുന്നു, കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. അപ്പം സമയത്തൊക്കെ എല്ലാ സമയത്തും നമ്മൾ പൂർവ്വരാക്കുന്നവരെ ആലോചിക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? എപ്പോഴും അവരുടെ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ നമുക്ക് സ്വീകരിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. നമ്മുടെ ബാക്കിയുള്ള റീഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആസ്ട്രോളജി അല്ലെങ്കിൽ സാധാരണ ടോക്കുകളൊക്കെ വരുമ്പോഴും കാണാൻ ശ്രമിക്കുക. കാരണം അതിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടാവാം. കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ശരി, താങ്ക് യു.